ഇവരാരും ക്ഷണിച്ചിട്ടല്ല ഞാനിവിടെ വന്നത്. നിന്നോടോ ആരെങ്കിലും ചോദിച്ചോടി? ഞാൻ സംസാരിച്ചതേ എന്റെ അമ്മയോടും അമ്മായിയോടും. അല്ലാതെ വലിഞ്ഞു കയറി വന്നവരടുത്തല്ല. ഞാൻ ഇവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. എന്നെ ഗിരിസാർ ഇവിടെ കൊണ്ടുവന്നത്. ദേ അമ്മായി, ഇവള് ഗിരിയേട്ടന്റെ പേര് ഉച്ചരിക്കുന്ന പോലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവളെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടണം. നീ ഒന്ന് സമാധാനപ്പെടും മോളെ. ഗിരി ഒന്ന് വരട്ടെ മോളെ. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കൂടി അവനോട് സംസാരിക്കാം. എന്ത് സംസാരിക്കാനായാലും ഇവളുടെ സാന്നിധ്യത്തിൽ എനിക്ക് പറ്റില്ല. നീ എത്ര ഒച്ച എടുത്താലും ഗിരിസാർ വന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് ഒരു അടി അനങ്ങില്ല. 2 ദിവസം ഉണ്ടാവും ഈ പിണക്കം, പിന്നെ ശരിയായിക്കോളും. അപ്പൊ ഏട്ടൻ തന്നെ ഓടി വന്ന് വിളിക്കാൻ വരും. എന്നെ ആരും വിളിക്കാൻ വരണ്ട, ഞാൻ അങ്ങോട്ട് പോവുകയില്ല. അപ്പൊ ഇനി മകന്റെ അടുത്തേക്ക് പോകുന്നില്ലേ? തൽക്കാലം ഞാൻ പോണില്ല. അവനും എന്റെ ഭാര്യയും കുറച്ചുനാൾ തനിച്ചു നിൽക്കട്ടെ. എന്നാലും മകനോട് പിണങ്ങി കെട്ടിച്ചു വിട്ട മകളുടെ വീട്ടിൽ സ്ഥിര താമസത്തിന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതൊക്കെ നാട്ടു നടപ്പുള്ള കാര്യമാണോ ജാനകി? ആണായിട്ട് മകനൊരുത്തനുണ്ടായിട്ടും പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ ചെലവിൽ കഴിയാനാ നിങ്ങളുടെ അമ്മയുടെ വിധി. അതിന് നിങ്ങൾ മാത്രം ഉത്തരവാദി. നിർത്തടി. നീ എന്റെ ഭാര്യ മാത്രമാ, അല്ലാതെ എന്നെ ജനിപ്പിച്ച തന്തയൊന്നുമല്ല. ആ സ്ഥാനത്തുനിന്ന് സംസാരിച്ചാ മതി. സ്വന്തം നിലയും വിലയും മറന്ന് സ്ഥാനവും മറന്ന് പ്രവർത്തിക്കുമ്പോ ഓർക്കണം, മറ്റുള്ളവർക്കും അതിലൊക്കെ സാധിക്കുമെന്ന്. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്ക്. അയ്യോ, ആരെയും നന്നാക്കാൻ ഞാൻ ആളല്ല. കാരണം ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നീ ഒന്നും നന്നാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം താലി കെട്ടി സ്വന്തം ഭർത്താവിനെ മാനിച്ചേനെ. ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അവൾക്കൊപ്പം കഴിയുന്ന പുരുഷന്മാരുണ്ട്. അവരാ ഭർത്താവെന്ന വാക്കിന് അനുയോജ്യര്. അല്ലാതെ പല പെണ്ണുങ്ങളെ താലി കെട്ടിയിട്ട് അവരോടൊപ്പം ജീവിക്കുന്നവർക്ക് ആ പേര് ചേരില്ല. അമ്മ കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാ. ഒരതിഥിയായി പെൺമക്കളുടെ വീട്ടിലെത്തിയ ജാനകിയമ്മ നേരിടാൻ പോകുന്നതെന്ത്? എന്റെ മകനെ വെറുപ്പിച്ചതും അവന്റെ ഭാര്യയോട് അമ്മായിമ്മ പോരെടുത്തതും എല്ലാം എന്റെ പെമ്മക്കൾക്ക് വേണ്ടിയായിരുന്നു. ബന്ധങ്ങളെല്ലാം അകലുന്നതറിയാതെ അഹങ്കരിക്കുന്ന സനീഷിനെ കാത്തിരിക്കുന്നതെന്ത്? നിശയും നിമിഷയും സ്വന്തം അമ്മയെ കൂടെ നിർത്താൻ തയ്യാറാകുമോ? എല്ലാത്തിനുമുള്ള ഉത്തരവുമായി വസുധ. കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.